മെഡിസിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവുക. മീൻസ് ഏറ്റവും കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. ഡെഫിനറ്റ്ലി സമ്മർ സീസണിൽ ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. സമ്മർ സീസണിൽ നമ്മളൊരു റെഗുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയ ജലദോഷമാണെങ്കിൽ പോലും സ്കൂളിൽ വിടാതിരിക്കാം. കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുന്നത് ഭയങ്കര നല്ലതാണ് ഈ സമയത്ത്. മോർ ഷുഗർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സമ്മർ സീസണിലല്ല എല്ലാ സീസണിലും ശരിക്കും ഒഴിവാക്കുന്നതാണ് നല്ലത്. 30+ ഉള്ള ആൾക്കാർ എല്ലാവരും അവരുടെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കിഡ്നി, ലിവർ, ഇത് എന്തായാലും അവർ നോക്കിയിരിക്കണം. ഹെൽത്ത് ഈസ് ഓൾവേസ് അബൌട്ട് നോളജ്. ശരിക്കും നോളജ് ഷുഡ് കം ഫ്രം ദ റൈറ്റ് പേഴ്സൺ. ഹലോ, റേഡിയോ സുനോ 91.7 FM നിന്നും സന്ദീപാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ എം ഹിയർ അറ്റ് അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെൻറ്റർ. ഡോക്ടർ റാഹിലയാണ്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, നാട്ടിൽ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. സോ മലബാർ സൈഡ് ഓൾമോസ്റ്റ് മലബാറുള്ള എല്ലാവർക്കും അറിയാം ഡോക്ടറിനെ. സോ ഹൗ ഡു യു മേക്ക് പീപ്പിൾ കംഫർട്ടബിൾ? ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വരാനായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി നാട്ടിൽ കോഴിക്കോടാണ്. കോഴിക്കോട് വടകര ക്ലിനിക്കിൽ ആസ്പെർ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അവരെ കൂടുതലായിട്ട് കേൾക്കുക, അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുപരി അവരെ കൂടുതലായിട്ട് കേൾക്കുക, അവർ പറയുന്ന സംഭവങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുക. അവർക്ക് മെഡിസിനേക്കാളും നമ്മൾ കൂടുതലായിട്ടൊരു എമ്പതി ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവുക. അപ്പം അതിലൂടെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരെ അടുത്ത് കൂടുതൽ വരാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. സോ യു ന്യൂ ടു ഖത്തർ. എങ്ങനെയുണ്ട് ഖത്തർ? ഹൗ വാസ് ഖത്തർ ട്രീറ്റിംഗ് യു? ഇറ്റ്സ് വെരി ഗുഡ്. നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ. ഡോക്ടർ, ഇവിടെ ഖത്തറിൽ ഏറ്റവും കൂടുതൽ വരാറുള്ള പ്രശ്നം, എസ്പെഷ്യലി വെൻ ദ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള എന്തൊരു ഇൻഫർമേഷൻ ആയിരിക്കും പബ്ലിക്കിന് കൊടുക്കാനായിട്ട്? കൂടുതലായിട്ട് ആൾക്കാർ ഈ സമ്മർ ക്ലൈമറ്റിൽ നമ്മളെടുത്ത് വരിക ഡീഹൈഡ്രേഷൻ ബേസ്ഡ് സിംറ്റംസ് കൊണ്ടായിരിക്കും. എസ്പെഷ്യലി ഭയങ്കര തൊണ്ട വറ്റുക, ചുണ്ട് വറ്റുക, ഭയങ്കര ടയേർഡ്നെസ്, എക്സസീവ് ടയേർഡ്നെസ് ഒക്കെ ആയിട്ട് വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ പേഷ്യൻസ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത് ഭയങ്കര BP ഒക്കെ ലോ ആയി ടയേർഡായിട്ടുള്ളൊരവസ്ഥയിലാണ് വരിക. അത് ഓവറായിട്ട് കൂടുതലായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർ, മീൻസ് ഇൻ്റർവെൽ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരു മതിയായി ഹൈഡ്രേറ്റ് ചെയ്യാതെ കൂടുതലായിട്ട് ഹെവി വർക്ക് എടുക്കുന്ന ആൾക്കാർ, ഓവറായിട്ട് കഫീൻ പോലെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ എക്സസീവായിട്ട് എക്സസൈസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, എസ്പെഷ്യലി സമ്മർ ക്ലൈമറ്റിൽ. അവർക്ക് സ്വെറ്റിംഗ് ഒക്കെ കൂടുതലായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, കൂടുതലായിട്ട് ഈ ORS പോലത്തെ ലായനികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എക്സസീവായിട്ട് ടയേർഡ് ആവുന്ന സമയത്ത് പുറത്ത് കൺസ്ട്രക്ഷൻ വർക്കിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഹൈഡ്രേഷൻ ടെക്നിക്കാണ് ORS എന്ന് പറയുന്നത്. ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം ഒക്കെ സ്വെറ്റിലൂടെ, എക്സസീവ് സ്വെറ്റിലൂടെ പുറത്ത് പോകുമ്പോൾ അവർക്കൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഈ ORS യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പല കൺസ്ട്രക്ഷൻ ഫീൽഡിലും കണ്ടിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് തന്നെ അവർ ORS പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എനർജി ഡ്രിങ്ക് എന്നുള്ളതിനെക്കാട്ടിലും വാട്ട് ദേ ഡു ഇസ് ലൈക്ക് ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ക്ഷീണം വരുമ്പോഴും അതേപോലെ അതിനൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അധികമായിട്ട് യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണ്? കൂടുതലായിട്ടും നമ്മൾ ഈ എക്സസീവ് സ്വെറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ്നെസ് ആയ സമയത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ORSന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ലവണങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ഈ വാട്ടർ, അതിലെ കണ്ടൻറ്റൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ കൂടുതലായിട്ടും ഡയറി ഒക്കെ വരുന്ന ഒരു കണ്ടീഷനിലാണല്ലോ മെയിനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ സമയത്ത് വരുന്നത്. അതിനാണ് നമ്മൾ ORS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് മിതമായ രീതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഖത്തറിൽ ഈ കോഫി കൾച്ചർ അധികം കൂടുതലാണ്. ഡോക്ടർ ഇപ്പോൾ പുതിയതായതുകൊണ്ട് എത്രത്തോളം അറിയാമെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് കോഫി ലവേഴ്സ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് മുന്നേ കെഫീൻ്റെ കാര്യം പറയുമ്പോൾ കോഫി ഒബ്വിയസ്ലി ഹാവ് കെഫീൻ ഇൻ ഇറ്റ്. അപ്പോൾ അത് എത്രത്തോളം, എത്ര ഫ്രീക്വന്റ്? ഏറ്റവും കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എക്സസീവ് കഫീൻ ഡെഫിനറ്റ്ലി സമ്മർ സീസണിൽ ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. എന്നാലും ഒരു ഫ്രീക്വൻസി ചൂസ് കഴിഞ്ഞു. ഇപ്പോൾ ഡെയിലി കോഫി എടുക്കുന്നവർക്ക് ഡെയിലി 2 നേരമായിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. മോർണിംഗ് ആൻഡ് ഈവനിങ് അവർക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ റെഗുലർ ആയിട്ടൊരു 2-3 hours ഒക്കെ ആകുമ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കഫീൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ബെറ്റർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ.
ആൻഡ് നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഇത്രയും നേരം നമ്മൾ കൺസ്ട്രക്ഷൻ പുറത്ത് വർക്ക് ചെയ്യുന്നവരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഓഫീസിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പനിയുടെ ഫീലിംഗ് ഫീവറിഷ് ആയിട്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ ഒത്തിരി പേര് പോയി ഡയറക്റ്റ് ആയിട്ട് പെനഡോളും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പെനഡോൾ അല്ലെങ്കിൽ ഡോളോ ഒക്കെ കഴിക്കാറുണ്ട്. സോ ഹൗ ഗുഡ് ഇസ് ദാറ്റ്? ഈ ഓഫീസ് എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴേ ക്ലോസ്ഡ് സ്പേസ് ആണ്. അവിടെ നമ്മൾ കൂടുതലായിട്ട് എ സിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം എസ്പെഷ്യലി ഈ സമ്മർ സീസണിൽ നമ്മളൊരു റെഗുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഹൈ ഹ്യൂമിഡിറ്റി കാരണം വൈറൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ഐഡിയൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അങ്ങനെ നോർമലി പുറത്തെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഒരു 24 to 26 ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഹ്യൂമിഡിറ്റി കൂടുതലാവുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് വൈറൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷീണം, ബോഡി പെയിൻ, മയാൾജിയൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാവരും പോയി ഒരു പാരസെറ്റമോൾ എടുക്കും, ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പം റെഗുലറായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ടൊരു മുന്നേരമാണ് സാധാരണ പറയുക, നല്ല മയാൾജിയ തോന്നുന്ന സമയത്ത് 4 നേരം വരെ നമുക്ക് പാരസെറ്റമോൾ എടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ അഡിക്വേറ്റ് റെസ്റ്റ് വേണം, പ്രോപ്പർ ഹൈഡ്രേഷൻ വേണം. എങ്കിൽ മാത്രമേ ഈ വൈറൽ സിംറ്റംസ് ശരിക്കും നമ്മൾ ബോഡിയിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അല്ലെങ്കിൽ 3 days കൂടുതൽ നമ്മൾ കഠിനമായിട്ട് വർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ പാരസെറ്റമോൾ എടുക്കുക, അതുകൊണ്ടൊരു പ്രയോജനം കാണില്ല. നമ്മൾ കൂടുതലായിട്ട് ടയേർഡ് ആവും. 3 days മോർ ഈ ഫീവർ, ടയർഡ്നെസ് നമ്മുടെ ബോഡിയിൽ നിൽക്കുമ്പോഴും നമ്മൾ അതർ സിംറ്റംസ്, അതർ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് പോകേണ്ടി വരും. ബെറ്റർ ഹൈഡ്രേറ്റ് ചെയ്യുക, പാരസെറ്റമോൾ എടുക്കുക, റെസ്റ്റ് എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, മുതിർന്നവരുടെ കാര്യം ചോദിക്കുമ്പോൾ കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാലഘട്ടം ഒരുപാട് മാറി, നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു കാലഘട്ടം അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് കൊണ്ടുപോകേണ്ട ഹൈജീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതുകൊണ്ട് എന്തൊക്കെ നമുക്ക് കൊടുത്തു വിടാം അവർക്ക്? കൂടുതലായിട്ടും നമ്മൾ വീട്ടിൽ ഒരു അസുഖം, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ കുട്ടികളായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി സ്കൂളിൽ ഏതെങ്കിലും കുട്ടിക്ക് ഒരു കോൾഡ് ഉണ്ടാവും. അപ്പം നമ്മൾ സ്കൂളിൽ കോൾഡ് അല്ലേ എന്ന് വിചാരിച്ച് സ്കൂളിൽ വിടും. ബാക്കിയുള്ള കുട്ടിക്ക് പെട്ടെന്ന് കുട്ടികൾ സ്പ്രെഡ് ആവും. പ്രത്യേകിച്ച് അവർ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്ലോസ്ഡ് സ്പേസ് എന്നാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ചെറുതായിട്ട് ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, ലൈക്ക് ചെറിയ ജലദോഷമാണെങ്കിൽ പോലും സ്കൂളിൽ വിടാതിരിക്കുക. ഇനി വിടുന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യുക. മാസ്ക് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാൻ നമുക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുട്ടികളെ ശരിക്കും വിടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെയുള്ളത് എസ്പെഷ്യലി ഹാൻഡ് ഹൈജീൻ ആണ്. ഹാൻഡ് ഹൈജീൻ നമ്മളിപ്പോൾ കോവിഡൊക്കെ കാലത്ത് നമ്മളിപ്പം സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കുട്ടികളത് മിസ്യൂസ് ചെയ്യും. ഹാൻഡ് സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടത് ടോയ്ലറ്റ് യൂസ് പ്രോപ്പറായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വീട്ടിലിരുത്തുക. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളും സേഫ് ആയിരിക്കും, ബാക്കിയുള്ള ടീച്ചേഴ്സും സേഫ് ആയിരിക്കും, ബാക്കിയുള്ള ഫാമിലിയും സേഫ് ആയിരിക്കും. ഓക്കെ ഡോക്ടർ, ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫുഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഡയറ്ററി റിക്വയർമെന്റ്സ് ക്ലൈമറ്റ് ചേഞ്ച് സമ്മർ സീസൺ? മെയിനായിട്ട് ഹൈഡ്രേഷനാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഈ റെഡ് മീറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ട് ഫ്രൂട്ടും പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ മാക്സിമം ഹൈഡ്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സമ്മർ സീസണിൽ ഈ ഡീഹൈഡ്രേഷനാണ് പ്രധാനമായിട്ടും ബുദ്ധിമുട്ട് വരാറുള്ളത്. അപ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതിൻ്റെ കൂടെ ഈ റെഡ് മീറ്റ് അതുപോലത്തെ സംഭവങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുന്നത് ഭയങ്കര നല്ലതാണ് ഈ സമയത്ത്. ആൻഡ് ഓൾസോ ആ ഒരു കാര്യം പറഞ്ഞു പോയപ്പോൾ നമ്മൾ അധികമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം, ആ ചൂടല്ലേ നമ്മൾ ജ്യൂസ് ഒരുപാട് കുടിക്കും. അത് എത്രത്തോളം നല്ലതാണ്? ജ്യൂസ് ഇറ്റ്സെൽഫ് അതിൽ മോർ ഷുഗർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സമ്മർ സീസൺ എന്നല്ല, എല്ലാ സീസണിലും ശരിക്കും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഷുഗർ കണ്ടന്റ് കുറയ്ക്കുക. കാരണം കൂടുതലായിട്ട് നമ്മൾ കുട്ടികളിലൊക്കെ ഡയബറ്റീസ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഐസ്ക്രീം, ജ്യൂസ്, ഷുഗർ കണ്ടന്റ് ഉള്ളത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ റെഗുലറായിട്ടുള്ള ഈ ഇളനീർ വെള്ളം അതുപോലത്തതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം.
പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കും ഈ സീസണിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴേ ഈ തണുത്ത വെള്ളത്തിനേക്കാൾ നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ടെൻഡൻസി കൂടുതൽ. പക്ഷേ നല്ലത് തിളപ്പിച്ചാറ്റിയ വെള്ളം റെഗുലറായിട്ട് കുടിക്കുന്നതായിരിക്കും, റെഗുലർ ഇൻ്റർവെല്ലിൽ കുടിക്കുന്നതായിരിക്കും. അതായത് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ വെള്ളം കുടിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നമ്മൾ ഹെൽത്തിന് നല്ലത്. നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു സംഭവം നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജിമ്മിൽ അധികമായിട്ട് പോകുന്ന അവരെ കാണുമ്പോഴും നമുക്ക് അവർ ഹെൽത്തി ആണ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ദെൻ എന്ത് സംഭവവും എക്സസ് ആവുമ്പോൾ അത് ബോഡിക്ക് പ്രശ്നം തന്നെയാണ്, അത് പ്രോട്ടീൻ ആയാലും എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ജിമ്മിൽ പോകുന്നവരോട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, കാരണം ദർ ഹാവ് ബീൻ എ ലോട്ട് ഓഫ് ന്യൂസ് കാണുന്നുണ്ട്, പെട്ടെന്ന് ബോധം കെട്ട് വീണു എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ജനറലി ആസ് പബ്ലിക് പ്രശ്നം ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും, എന്താണ് അതിൻ്റെ ഒരു കോസ്? കൂടുതലായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഈ മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അത് അളവിൽ കൂടുന്തോറും നമുക്ക് ബോഡിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, എസ്പെഷ്യലി കിഡ്നി പ്രോബ്ലംസ്. പ്രോട്ടീൻ അമിതമായി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, അത് കിഡ്നി ഫെയിലിയർ വരെ എത്തിയ അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ പ്രോപ്പറായിട്ട് ട്രെയിനറുടെ കൂടെ അല്ലാതെ ജിമ്മ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആൾക്കാർ, അതെ, അത് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരടുത്ത് മുന്നേ പറഞ്ഞ് അവർ ടെസ്റ്റൊക്കെ ചെയ്ത് ബോഡി ആദ്യം ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടായിരിക്കും ജിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അവർക്ക് എത്രത്തോളം അവരുടെ ഹാർട്ടിന് എത്രത്തോളം ഇവരുടെ വർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റും നമുക്കറിയില്ല. എസ്പെഷ്യലി ഇപ്പം യങ് ഏജിലുള്ള ആൾക്കാരാണ് ഈ ജിമ്മിൽ പോയി തലയിറങ്ങി വീഴുക, അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി പോലെ എക്സസീവ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബോധാവസ്ഥയിലാവുക, മരിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും യങ്ങർ അത്ലറ്റ് യങ്ങായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ കൂടുതലായിട്ട് ഓവർലോഡായിട്ട് ജിമ്മിൽ എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, റെഗുലർ ഇൻ്റർവെല്ലിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, മിതമായ അളവിൽ മാത്രം പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക, സ്റ്റിറോയിഡ് മാക്സിമം ഒഴിവാക്കുക. അതായിരിക്കും കൂടുതലായിട്ട് മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിറോയിഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതായിരിക്കും അത്തരം ആൾക്കാർക്ക് നല്ലത്. നാച്ചുറൽ ഫുഡ്സ്, ബാലൻസ് ഡയറ്റ് പ്ലസ് ബാക്കിയുള്ള പ്രോട്ടീൻസ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നത് നല്ലത്. അതർ പ്രോട്ടീൻ പൗഡർ എതിരായിട്ട് പറയില്ല, പക്ഷേ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാം മിതമായ രീതിയിൽ മാത്രം. എഗ് വൈറ്റ് ഈസ് എക്സലന്റ് നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റ്, അത് രണ്ടാണ് കുറച്ചുകൂടെ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക. പിന്നെ സോയാബീൻ, വെജിറ്റബിൾസിൽ സോയാബീനാണ് എക്സലന്റ് പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇതൊക്കെ മിക്സ് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീനും കൂടെ യൂസ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റും. ആൻഡ് ഡോക്ടർ, അധികം സമയം എടുക്കുന്നില്ല, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എനിക്ക് എപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യം, ഏതൊരു ഏജിലാണ്, ഇപ്പോൾ പല കൺഫ്യൂഷൻസും വരാം. നമുക്കൊരു അസുഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി താങ്ങില്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരിക്കും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുക. ബട്ട് ഇതൊന്നും അല്ലാണ്ട് നമുക്ക് റെഗുലർലി, എസ്പെഷ്യലി പ്രവാസം ഒക്കെ യു സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് ഇറ്റ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഏതൊരു ഏജിലായിരിക്കണം നമ്മൾ ഒരു റെഗുലർ ചെക്കപ്പ്, ആൻഡ് ഓൾസോ എന്തൊക്കെ ചെക്കപ്പുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്തു നോക്കാൻ സാധിക്കുക? ആ ഒരു ഫ്രീക്വൻസി ഒന്ന് പറയാം. നമ്മൾ ഈ ഗൾഫിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒന്നും ടെസ്റ്റ് ചെയ്യില്ല. നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പം ഇന്ന ഏജ് കാറ്റഗറിനേക്കാളും 30+ ഉള്ള ആൾക്കാർ എല്ലാവരും അവരുടെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കിഡ്നി, ലിവർ, ഇത് എന്തായാലും അവർ നോക്കിയിരിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ, മിക്ക ആൾക്കാരും ഷോപ്പിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പം രാവിലെ തൊട്ട് വൈകുന്നവരെ അവർ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. പ്രത്യേകിച്ചിട്ടൊരു എക്സസൈസോ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഉറക്കക്കുറവുണ്ടാവും, ഭയങ്കര ആൻസൈറ്റി, സ്ട്രെസ്സുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 30+ ഉള്ള എല്ലാ ആൾക്കാരും റെഗുലറായിട്ട് നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന ബോഡി ചെക്കപ്പ്, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ECG, അതുപോലെ തന്നെ ലിവർ, കിഡ്നി, അതുപോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. മോർ ദാൻ 40 ഉള്ള ആൾക്കാർ, എസ്പെഷ്യലി ഫീമെയിൽസൊക്കെ ആണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ടൈമാണ്. ഇപ്പോൾ 40+ ആൾക്കാർ എല്ലാവരുടെ അടുത്തും ഒരു മാമോ ആണ് ശരിക്കും സജസ്റ്റ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതിലും മാമോ നമുക്ക് 100% ആയിട്ട്, കാരണം ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂർ ആണ് ശരിക്കും. നമ്മൾ മിക്ക ആൾക്കാരും അത് അവെയർ അല്ലാത്തത് കൊണ്ട് ലേറ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ കോളോണിക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ 40+ ഉള്ള ആൾക്കാർ അതുപോലത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതെ.
പിന്നെ കൂടുതലായിട്ട് ECG, പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് അതുപോലത്തെയൊക്കെ 50+ ഉള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടെ നല്ലത്. യങ്ങർ ഏജ് പ്ലസ് എബോവ് 30 ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നോർമൽ ബേസിക് ടെസ്റ്റ്, എസ്പെഷ്യലി കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഇതാണ് കൂടുതലായിട്ടും ആൾക്കാരിൽ ഇപ്പോൾ കണ്ടുവരുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ കുറച്ച് നേരമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽ ഹിലാൽ പ്രീമിയം മെഡിക്കൽ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഇഫ് യു ഹാവ് എനി മെഡിക്കൽ റിക്വയർമെൻറ്റ്സ്, പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് ഈ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സകളൊക്കെ നടത്താം. ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ്. ബൈ.